നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈബിൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ഇതര സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാഹിതീയ അഭിരുചി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഉത്കൃഷ്ടവും ഉദാത്തവുമായ കൃതിയാണ്. തിരുവെഴുത്തുകൾക്ക് ജീവനുണ്ടെന്നാണ് പറയുക. അത് മനുഷ്യ മനസ്സുകളിലേക്ക് പെനിട്രേറ്റ് ചെയ്യും, തുളച്ചു കയറും. നമ്മുടെ വളരെയധികം ഹീലിംഗ് കപ്പാസിറ്റി തിരുവെഴുത്തുകൾക്കുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ബൈബിൾ വായിച്ചിട്ടുള്ളവർ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒന്നാണ്. സാഹിത്യ അഭിരുചിയിലുള്ളവർ ഒരു വട്ടം ആ ഒരു ഉദാത്തമായൊരു കലാസൃഷ്ടി വായിക്കുന്ന ഒരു രീതിയിലങ്ങ് വായിച്ചു പോവുകയുള്ളൂ. എന്നാലും ബൈബിൾ വചനങ്ങൾ അവരെ വളരെയധികം സ്വാധീനിക്കും. ഏറെക്കുറെയൊക്കെ ആ സ്വാധീനത്തിലുണ്ടായ ചിന്തകളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റേത് പുസ്തകങ്ങളും സ്വാധീനിക്കുന്ന പോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ തന്നെ. അങ്ങനെ ആണെങ്കിൽ ക്രിസ്ത്യാനികൾ ബൈബിളിനെ മാറ്റി നിർത്തി ക്രിസ്ത്യാനികൾക്കൊരു ജീവിതമില്ല എന്ന് തന്നെ പറയാം. ക്രിസ്തീയ സമുദായത്തിൽ ഒരു കുഞ്ഞ് പിറന്നു വീണാൽ അന്ന് തൊട്ട് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, അതായത് മാമോദിസയോടുകൂടി തന്നെ അവർ മതപരമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു പോയേ തീരൂ. മാത്രമല്ല, അവർക്ക് നിർബന്ധിത മതപഠനവും ഉണ്ട്. ബൈബിളിനെ ആധാരമാക്കിയിട്ട് അല്ലെങ്കിൽ ആസ്പദമാക്കിയിട്ടുള്ള കാറ്റീസം ക്ലാസ്, സന്മാർഗ പാഠങ്ങളെല്ലാം തന്നെ ഒരു ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ചു വീണ ഒരു കുഞ്ഞിൻ്റെ ശൈശവത്തിലും പിന്നെ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ അവർക്ക് അതിലൂടെ തന്നെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാലാണ് അതിൻ്റെ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിലകൊള്ളാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ വായിക്കുന്നത് കേവലം അല്ലെങ്കിൽ അവരുടെ പഠനം കേവലം ഒരു ആത്മാവില്ലാത്ത ഒരു അനുഷ്ഠാനം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്ന് വേണം ക്രിസ്ത്യാനികളുടെ ജീവിത രീതികളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. കഴിഞ്ഞ ദിവസം ഒരു ഷൈനി എന്ന ഒരു വീട്ടമ്മ മാലാഖ പോലെയുള്ള 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇരച്ചു വരുന്ന കൂകിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയുടെ മുന്നിൽ ധീരത കൈവെടിയാതെ ആ ശബ്ദം കേട്ട് ആ വേഗത്തിൽ പാഞ്ഞു വരുന്ന തീവണ്ടിയുടെ മുന്നിൽ യാതൊരു അടിപതറാതെ ഒരു പതർച്ചയില്ലാതെ മരണത്തെ അവർ നേരിട്ടു, മരണം കൈവരിച്ചു എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ട്രോമയിലൂടെ ആ സ്ത്രീയും ആ അമ്മയും മക്കളും കടന്നു പോയിട്ടുണ്ടാവാം. അവരൊരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. തറവാടി സഭ അംഗങ്ങളുമാണ്. ജ്ഞാനായ സഭ തറവാടി സഭ എന്നാണ് പറയുന്നത്. മറ്റെല്ലാവരേക്കാളും മേക്കോയ്മ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ആഡിത്തമുള്ളൊരു സഭയിലെ ഒരു അംഗമായിട്ട് അവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് എന്നെ വല്ലാതെ അലട്ടി. ഞാൻ എൻ്റെ പ്രതിസന്ധി സമയങ്ങളിലെല്ലാം തന്നെ മതഗ്രന്ഥങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ മതഗ്രന്ഥമായിട്ടല്ല, ബൈബിൾ അത്രയും സൂതിങ് ആണ് ബൈബിൾ വായന. നമ്മുടെ പഴയ വ്യക്തിത്വത്തെ ഉരിഞ്ഞു കളയാൻ നമ്മളെ സഹായിക്കുന്നൊരു പുസ്തകമാണ് ബൈബിള്. ഇപ്പോൾ ഗീത വായിക്കുന്ന പോലെ തന്നെ, ഗീത ഒരു നോൺ റിലീജിയസ് ഹോളി ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗീതയ്ക്ക് അത്രയ്ക്കും മാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും, ഈവൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പോലും ഗീത വായിക്കുന്നുണ്ട്. ബൈബിളിലും അതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഴയ വ്യക്തിത്വത്തെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയൊരു വ്യക്തിത്വം സ്വീകരിക്കാനൊക്കെ ആയിട്ട് ബൈബിൾ നല്ലവണ്ണം
സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഈ മരണം, ഈ ആത്മഹത്യ എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു. എന്താണ് ക്രിസ്ത്യാനികൾ ബൈബിളിൽ നിന്ന് വായിച്ചെടുത്തത് എന്നത്. സ്വന്തം അച്ഛൻ ഷൈനി 2 മക്കളുമായി വീട്ടിലേക്ക് ചെന്നപ്പോൾ സ്വന്തം അച്ഛൻ തള്ളിപ്പറഞ്ഞു. സ്വന്തം ഭർത്താവ്, അച്ഛൻ ഒരു സഹായവും അച്ഛൻ ചെയ്തില്ല, ഒരു ഭാരമായി കണക്കാക്കുകയും ചെയ്തു. മരണത്തിലേക്ക് തള്ളിവിടുക തന്നെയാണ് അച്ഛൻ ചെയ്തത്. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടൊരു സ്ത്രീയെ. അപ്പോൾ ഭർത്താവ് നോബി എന്ന് പറഞ്ഞ ഭർത്താവ് ഈ സ്ത്രീയോട് പറഞ്ഞു, നീ 2 പെൺമക്കളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ എന്ന് പറയുന്നു. ബൈബിളിലെ എഫെസ്യരിൽ കൃത്യമായി പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. നിങ്ങൾ സ്വന്തം ശരീരത്തെ പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ സ്വയം സ്നേഹിക്കും. ആരും തന്നെ സ്വന്തം ശരീരത്തെ വെറുക്കുകയില്ലല്ലോ എന്നുള്ളൊരു വചനമുണ്ട്. അത്രയും കൃത്യമായി ബൈബിളിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഭാര്യമാരെ സംരക്ഷിക്കേണ്ടത് എന്ന്. എന്നിട്ടും നോബി ഭാര്യയെ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ഭാര്യയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ, പതറി നിൽക്കുന്ന സ്ത്രീയോട് പറഞ്ഞതാണ് എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ. ബൈബിളിലെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബൈബിൾ എഫെസ്യരിൽ തന്നെ പറയുന്നു, വാക്കുകൾ കരുതലോടെ ഉപയോഗിക്കണം. നിങ്ങളുടെ വായിൽ നിന്ന് അനാവശ്യമായൊരു വാക്കുകൾ വീഴാൻ പാടുള്ളതല്ല. ഇനി അഥവാ എന്തെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ അത് സന്ദർഭോചിതവും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതും മറ്റുള്ളവരെ ബലപ്പെടുത്താനുമായിരിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ്, അത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും നോബി ഭാര്യയോട് മരണത്തെ തൊട്ട് മുന്നേ ഉപയോഗിച്ച വാക്കുകൾ എത്ര മോശമാണെന്ന് നോക്കൂ. പിന്നെ ദുർനടത്ത പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറ്റു സമുദായത്തിലൊക്കെ, ഹിന്ദു സമുദായത്തിലൊന്നും അങ്ങനെ നിർബന്ധിതമായ പഠനങ്ങളില്ല, മതപഠനങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താണ് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ടും ഒരു 10-30 വർഷം ഇത് പഠിച്ചിട്ടും ഇവർക്ക് ഒരു തരത്തിലുള്ള റിഫൈൻമെൻറ്റും ചിലർക്കൊന്നും ഉണ്ടാവാത്തത്. അടച്ചാക്ഷേപിച്ചു എന്ന് പറയരുത്, പക്ഷെ ചിലരുടെയൊക്കെ ജീവിതം രീതികൾ കാണുമ്പോൾ നമുക്കത് പറയേണ്ടതായിട്ട് വരികയാണ്. അടച്ചാക്ഷേപിച്ചു എന്ന് പറയുകയും ചെയ്യരുത്. അത് കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ജനതകളെപ്പോലെ നടക്കരുത്. പ്രയോജനമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണല്ലോ അവരുടെ ചിന്ത മുഴുവൻ. എല്ലാതരം അശുദ്ധിയിലും മുഴുകി അവർ ധിക്കാരത്തോടെ പെരുമാറുന്നു എന്ന്. അങ്ങനെ ആവരുത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് കൃത്യമായ നിർദ്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സഭകൾ, പൗരോഹിത്യം ഒക്കെ നിന്നിട്ടും എന്താണ് അങ്ങനെ ഒരു മരണത്തിലേക്ക് ഒരു പാവം വീട്ടമ്മയെയും 2 കുഞ്ഞുങ്ങളെയും തള്ളിവിട്ടത് എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യം തന്നെയല്ലേ. എന്താണ് ഇവർ ചെയ്യുന്നത്? സഭ എന്താണ് ചെയ്യുന്നത്? സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ ആത്മഹത്യയിലെ ഒരു പുരോഹിതനും ഇൻഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പുരോഹിതൻ വായിച്ച ബൈബിൾ എന്താണ്, പുരോഹിതൻ ബൈബിളിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളതും ഒരു വല്ലാത്തൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പൗരോഹിത്യം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പുരോഹിതന്മാർ ജാതി മതഭേദങ്ങളൊന്നും ഇല്ലാതെ വീട് വീടാന്തരം നടന്ന് അവരുടെ ക്ഷേമം അന്വേഷിച്ചിരുന്നു. അത് എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊക്കെ അത് ഇതേ ഉപദേശി വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ ഇതേ ഉപദേശി വരുന്നു എന്ന് പറയുമ്പോൾ വലിയ ആദരവോടുകൂടിയും വലിയ ബഹുമാനത്തോടും കൂടിയും ഞങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹത്തെ വളരെയധികം വളരെ ആദരവോടെയും സ്നേഹത്തോടെയും ഞങ്ങളൊക്കെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തിരുന്നു. ഓരോ വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ കേൾക്കുകയും അതിന് തിരുവഴുത്തുകൾ ബൈബിൾ നിർത്തി തിരുവഴുത്ത് വായിച്ച് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ഇതാണ് ബൈബിൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. വല്ല
മതപരമായ പല മാറ്റങ്ങളും അവിടെയൊക്കെ വിതറിയിട്ടാണ് അവർ തിരിച്ചു പോവുക. പിന്നീട് വരുമ്പോൾ അതിനെക്കുറിച്ച് വെറുതെ അങ്ങ് പോവുകയല്ല, പിന്നീട് വന്ന് അവർ ഫീഡ്ബാക്കുകൾ അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. ഉപദേശി വരാൻ വേണ്ടി കാത്തുക്കാറുണ്ട്. ഞങ്ങളൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ല എന്നിട്ട് പോലും. അപ്പോൾ അത്തരം വലിയൊരു ഇടപെടലുകൾ പുരോഹിതന്മാരുടെ ഭാഗത്തുനിന്ന് ആ നാളുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുരോഹിതന്മാരും ജനതകളെപ്പോലെ തന്നെയാണ് പെരുമാറുന്നത്. ബൈബിളിൽ പറഞ്ഞ ജനതകളെപ്പോലെ തന്നെയാണ് പെരുമാറുന്നത്. വലിയ വലിയ കാറുകളിൽ വന്നിറങ്ങുന്നു, അവർക്ക് സാമൂഹ്യ സമ്പർക്കം ഇല്ലാതായി, സമ്പന്നരോട് മാത്രം സമ്പർക്കമുണ്ടായി ആയി ചുരുങ്ങി എന്ന് വേണം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ എന്ന് വേണം ഞാൻ മനസ്സിലാക്കാനെന്നല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ 2 കുഞ്ഞുങ്ങളും കൊണ്ട് ആ സ്ത്രീ ട്രെയിനിന് മുന്നിൽ ജീവൻ ഒടുക്കിയത്. അപ്പോൾ ഇതിൽ അച്ഛനും അമ്മയ്ക്കും അവരുടെ ഭർത്താവിനും ഭർത്തൃ കുടുംബത്തിനും സഭയ്ക്കും ഒക്കെ ഒരുപോലെ കുറ്റക്കാരാണെന്ന് ഞാൻ കാണുകയാണ്. അതിനുപരിയായിട്ട് ഭരണകൂടത്തിൻ്റെ ഒരു കെടുകാര്യസ്ഥത നല്ലോണം ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ വരുമ്പോൾ ഒന്ന് മാറി നിൽക്കാനായിട്ടുള്ളൊരിടം സാമൂഹ്യക്ഷേമ വകുപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ 2 വർഷം മുന്നേ എന്തോ ഒരു ചില പ്രശ്നങ്ങളുമായിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഒരാളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് മാറി നിൽക്കാനായിട്ട് അങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നു. അങ്ങനൊരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ ഓരോരോ ഗ്രാമാന്തരങ്ങളിൽ പോയിട്ട് വീടുകളിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കടിച്ചു തൂങ്ങി നിൽക്കല്ലേ, എവിടെയും പോകാനോ നിൽക്കാനോ ഇടയില്ലാത്തവർ ഇവിടെ വന്ന് നിൽക്കണം. അതിന് തുടർ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നുള്ളൊരു അവബോധം കൊടുക്കാത്തതും കൊണ്ടുമാണ് അവർ ട്രെയിനിന് മുന്നിൽ ചാടിച്ചത്തത്. കാരണം ഇങ്ങനെ കൃത്യമായി വിവാഹം എന്ന വളരെ പരിശുദ്ധിയോടെ കാണാൻ പറയുന്ന ബൈബിളിൽ പഠിക്കുന്ന സമുദായം ഒരു കരാറ് കല്യാണത്തിന് ഏർപ്പെടുകയാണ് ചെയ്തത്. സ്വന്തം അച്ഛൻ ഈ സ്ത്രീയോട് പറയുന്നത്, സ്വന്തം മകളോട് പറയുന്നത്, തരാനുള്ളതെല്ലാം തന്നിട്ടാണ് പറഞ്ഞയച്ചത്, ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് കൊടുക്കാനുള്ള. അപ്പോൾ ഒരു കമോഡിറ്റി ആയിട്ട് ഒരു സ്ത്രീയെ, ഏവറേജ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീയെ ചുരുക്കുകയാണ്. ചരക്ക്, ഒരു വിൽപ്പന ചരക്ക് നിങ്ങൾക്ക് തന്നു കൊടുത്തു, നിങ്ങൾ അങ്ങോട്ട് പോയി, ഇനി നിങ്ങൾക്ക് യാതൊരു വക ബന്ധവും ഇവിടെ ഇല്ല എന്നുള്ളത്. അത് അങ്ങനെ അതുകൊണ്ട് തന്നെ യു ആർ അൺവാണ്ടഡ് ഹിയർ, നിങ്ങളിവിടെ ഒട്ടും ആവശ്യമില്ലാത്തൊരു ഘടകമാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കി. അതിലപ്പുറത്തായിട്ട് ഈ കുട്ടിക്ക് മാറി നിൽക്കാനോ ജോലി തുറന്ന് അന്വേഷിക്കാനോ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനോ ഉള്ളൊരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ഭരണകൂടം നിഷേധിച്ചിട്ടുണ്ട്. ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് ജനങ്ങളിൽ എത്തിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഓരോ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ 2 വർഷം മുന്നേ ഞാൻ ആകസ്മികമായി അറിഞ്ഞതാണ്. പക്ഷേ അത് ജനങ്ങളിലേക്ക് വേണ്ട വിധം എത്തിക്കാത്തതും ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്. ഞാനിങ്ങനെ ഭരണകൂടം എന്ന് പറയുമ്പോൾ എന്നെ CPM വിരുദ്ധ, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ, അല്ലെങ്കിൽ BJP വിരുദ്ധ എന്ന് പറയുന്നത്, ഞാൻ കലാകാലങ്ങളിലായിട്ട് വന്ന ഭരണകൂടത്തെയാണ് പറയുന്നത്. അത് സോഷ്യൽ റിസർച്ചസും എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തി വീണ്ടും അവർ റീഫൈൻമെൻ്റ് ഉണ്ടാവും തുടർച്ചയായി നമ്മൾ ജീവിതം മുന്നോട്ടും ലോകം മുന്നോട്ട് തന്നെയാണല്ലോ പോകുന്നത്. പക്ഷേ ഇവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളതും വളരെ വേദന ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് 2 കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങളും ജീവിതവും അവർക്ക് എല്ലാം പൊലിഞ്ഞുപോയി. അപ്പോൾ കുറച്ചും കൂടി നിതാന്ത ജാഗ്രതയാണ് അല്ലോ ജനാധിപത്യത്തിൻ്റെ കാതൽ. നമ്മൾ കുറച്ചും കൂടി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു ഓരോരുത്തരും. മാത്രവുമല്ല, നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് നമ്മൾ പറയാൻ പ്രേരിതമാവുകയാണ്. കാരണം 957 മിനിസ്ട്രി എടുത്തു നോക്കുകയാണെങ്കിൽ അറിയാം, അവിടെ ഓരോ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് പ്രസ്തുത അല്ലെങ്കിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, പ്രാവീണ്യമുള്ള ആൾക്കാർ, പ്രഗത്ഭരായിരുന്നു. ഇപ്പോൾ തൊഴിൽ നീതി ന്യായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിസ്
കൃഷ്ണയ്യരായിരുന്നു. ചീഫ് മിനിസ്റ്റർ ഇ.കെ. നായനാരായിരുന്നു. അതേപോലെ തന്നെ ഒരു ആരോഗ്യവകുപ്പ് ഒരു അപ്പോത്തിക്കരിയായിരുന്നു, ഒരു ഡോക്ടർ തന്നെയായിരുന്നു. അതുപോലെ ഓരോരുത്തരും അങ്ങനെ തന്നെ. അപ്പോൾ പ്രൊഫഷണലിസം മിനിസ്ട്രിയിലെ അക്കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പോകെ പോകെ ഈ പ്രൊഫഷണലിസം ഇല്ലാതായി. പുലബന്ധം പോലും ഇല്ല, വകുപ്പുമായി മിനിസ്ട്രിയായി പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരെ ഈ ജാതി മത ഘടകങ്ങളെ അല്ലെങ്കിൽ സമുദായങ്ങളെ പ്രീണിപ്പിക്കാനായിട്ട് അവർക്ക് അത്തരം ആൾക്കാരെ മന്ത്രിമാരും MLA-മാരും ആവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെയധികം നമ്മുടെ സാമൂഹിക നവനിർമ്മിതിയിൽ ദോഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഇപ്പോൾ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ ഒരു തരത്തിലുള്ള സഹായവും ചെയ്യാതെ മരണത്തിലേക്ക് തള്ളിവിടുന്നതാണോ ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ എന്നാണ് എൻ്റെ ചോദ്യം. ഈ ആദ്യൻ സഭ, ത്രവാടി സഭ, ജ്ഞാനായ സഭ എന്ന് പറഞ്ഞ ഒരാൾ, ആ സഭയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരാൾ പറയുന്നത് കേട്ടു, ഞങ്ങൾ സാധാരണ മറ്റു സഭക്കാരെ ആത്മഹത്യ ചെയ്തവരെ തെമ്മാടിക്കുഴിയിലാണ് കൊണ്ടുപോയി അടക്കം ചെയ്യുക, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ കുറച്ചും കൂടി മാനവികത ചെയ്തു, ഞങ്ങൾ തെമ്മാടിക്കുഴിയിൽ അല്ല, അവർക്ക് വേണ്ട രീതിയിൽ ആദരവ് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞത്. ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടാണോ ആദരവ് കൊടുക്കേണ്ടത്? എന്താണ് അവർ ഉദ്ദേശിച്ചത്? മരിച്ചു കഴിഞ്ഞിട്ട് ശവം ഭർത്താവിൻ്റെ പള്ളിയിലേക്ക് വേണമെന്ന് ശഠിക്കുകയാണോ? ജീവനുള്ള ശവത്തെ ഭർത്താവിൻ്റെ പള്ളി സഭക്കാർക്കും ഭർത്താവിനും വേണ്ടേ? ഇതാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? ക്രിസ്ത്യാനികൾ അപ്പോൾ എന്താണ് ബൈബിളിൽ നിന്ന് പഠിക്കുന്നത് എന്ന് എനിക്ക് ആ മരണം കണ്ടപ്പോൾ, ആ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി. ഞാൻ കുറച്ച് എൻ്റെ ശബരിമലയ്ക്ക് പോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് പിന്നീട് പറയാം എന്ന് വിചാരിച്ചിട്ട്, ഒരു വിവാദം ആയി പറയേണ്ടോ അല്ലെങ്കിൽ മത സ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങളാവോ എന്ന് വ്യാഖ്യാനിക്കുകയോ എന്നൊക്കെ പേടിച്ചിട്ട് മിണ്ടാതിരുന്നതാണ്. പക്ഷേ യാതൊരു മതസ്പർദ്ധയോ അല്ലെങ്കിൽ മതവിദ്വേഷമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ബൈബിളും നെഞ്ചത്ത് ഏറ്റി നടന്നാൽ പോരാ, തലയിൽ വെച്ച് നടന്നാൽ പോരാ, ബൈബിളിൻ്റെ തത്വങ്ങളുടെ ചേർച്ചയ്ക്കനുസരിച്ച് ജീവിക്കുകയും കൂടി വേണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.